ക്രെഡിറ്റ് സ്കോറും ക്രെഡിറ്റ് റിപ്പോർട്ടും തമ്മിൽ നിരവധി വ്യത്യാസങ്ങളുള്ളത് നിങ്ങൾക്കറിയാമോ? വായ്പകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം കേൾക്കുന്നതും ഉപയോഗിക്കുന്നതുമായ രണ്ട് വാക്കുകളാണ് ക്രെഡിറ്റ് സ്കോറും ക്രെഡിറ്റ് റിപ്പോർട്ടും. പലപ്പോഴും രണ്ട് വാക്കുകളും മാറി മാറി ഉപയോഗിക്കാറുണ്ടെങ്കിലും വ്യത്യസ്ത അർത്ഥവും വ്യത്യസ്ത ആശയങ്ങളുമാണ് രണ്ടും മുന്നോട്ട് വയ്ക്കുന്നത്. വായ്പാ അപേക്ഷകരുടെയും കടം വാങ്ങുന്നവരുടെയും ക്രെഡിറ്റ് യോഗ്യത വിലയിരുത്തുന്നതിനുള്ള ഉപകരണങ്ങളാണ് ഇവ രണ്ടും. എന്നാൽ അവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വ്യക്തിയുടെ മുഴുവൻ വായ്പാ ചരിത്രവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പൂർണ്ണവും സമഗ്രവുമായ റിപ്പോർട്ടിനെയാണ് ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൽ വായ്പ എടുത്ത അക്കൗണ്ടുകൾ, തിരിച്ചടവ് ചരിത്രം, കുടിശ്ശികയുള്ള തുക എന്നിവ ഉൾപ്പെടുന്നു. വായ്പാ അപേക്ഷകരുടെ തിരിച്ചടവ് ശേഷിയും അപകട സാധ്യതയും മനസ്സിലാക്കാൻ വായ്പാദാതാക്കൾ ഈ റിപ്പോർട്ട് ഒരു മാനദണ്ഡമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അതേസമയം ക്രെഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ വായ്പാ തിരിച്ചടവ് ശേഷിയും ചരിത്രവും വിലയിരുത്തുന്ന 3 അക്ക സംഖ്യയാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. പ്രമുഖ ക്രെഡിറ്റ് ബ്യൂറോകൾ നൽകുന്ന റാങ്കിംഗ് അനുസരിച്ചിട്ടാണ് ക്രെഡിറ്റ് സ്കോർ നിർണ്ണയിക്കപ്പെടുന്നത്. 300 മുതൽ 900 വരെയുള്ള അക്കങ്ങളിലാണ് ക്രെഡിറ്റ് സ്കോർ നൽകപ്പെടുന്നത്. ഉയർന്ന ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് വായ്പാ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്, ഒപ്പം പലിശ നിരക്കും കുറയ്ക്കുന്നുണ്ട്. ക്രെഡിറ്റ് റിപ്പോർട്ടുകളിൽ സാധാരണയായി വാക്കുകൾ അടങ്ങിയിരിക്കുന്നു. അവ വിശദമായി പ്രതിപാദിക്കുന്നു. പലപ്പോഴും നിരവധി പേജുകളിലായി വിശദീകരിക്കപ്പെടുന്നുമുണ്ട്. ക്രെഡിറ്റ് അക്കൗണ്ടുകൾ, മുൻകാല വീഴ്ചകൾ അല്ലെങ്കിൽ പാപ്പരത്തകൾ, പേയ്മെന്റ് പാറ്റേണുകൾ മുതലായവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മറുവശത്ത് ക്രെഡിറ്റ് സ്കോറുകൾ എന്നത് ഈ വിവരങ്ങൾ ഒരൊറ്റ 3 അക്ക സംഖ്യയിലേക്ക് സംഗ്രഹിക്കുന്ന സംഖ്യാ ഡേറ്റ മാത്രമാണ്. വായ്പാ അംഗീകാരം, ക്രെഡിറ്റ് കാർഡ് അപേക്ഷ അംഗീകാരം എന്നിവയിലെല്ലാം ക്രെഡിറ്റ് സ്കോറും ക്രെഡിറ്റ് റിപ്പോർട്ടും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ രണ്ടും രണ്ട് വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങളാണ് നിറവേറ്റുന്നത്. അപേക്ഷകരുടെ വിശദമായ സാമ്പത്തിക ചരിത്രം വിലയിരുത്തുന്നതിന് വായ്പ നൽകുന്നവർ പ്രധാനമായും ക്രെഡിറ്റ് റിപ്പോർട്ടുകൾ ഉപയോഗിക്കുന്നു. മറുവശത്ത് ക്രെഡിറ്റ് സ്കോർ ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള ക്രെഡിറ്റ് പ്രൊഫൈലിന്റെയും ക്രെഡിറ്റ് യോഗ്യതയുടെയും ഒരു സമ്പൂർണ്ണ വിലയിരുത്തലിനുള്ള ഒറ്റ വഴി നൽകുന്നുണ്ട്.